എത്രയെത്ര മരണങ്ങളാണ് ഓരോ ദിവസവും റോട്ടിൽ നടക്കുന്നത്. നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളുമായി ഏറ്റവും പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ റോഡ് മുറിച്ച് കടക്കുന്ന ഒരു യാത്രക്കാരനായിരിക്കാം, അതല്ലെങ്കിൽ ടൂ വീലറിലോ കാറിലോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു ചെറിയ അശ്രദ്ധ എത്രത്തോളം ആഘാതമാണ് അവർക്കുണ്ടാക്കുന്നത്, അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൂരേന്ന് വരുന്ന ഒരു വാഹനം എപ്പോൾ തൻ്റെ അടുക്കേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലായ്മ. വലതുവശത്ത് ഒരു പെട്രോൾ പമ്പോ ഒരു ഷോപ്പോ കാണുമ്പോൾ അങ്ങോട്ട് വണ്ടി പെട്ടെന്നെടുക്കുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വണ്ടി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഇടിച്ചുകൊണ്ട് ഏൽപ്പിക്കുന്ന ആഘാതം, ഇതൊക്കെ കൃത്യമായി ഒരു കണക്ക് കൂട്ടൽ കാൽക്കുലേഷനിൽ നമ്മൾ തെറ്റിപ്പോകുന്നത് കൊണ്ടാണ്. പഠിക്കാൻ മക്കളോട് പറയുമ്പോൾ മക്കൾ ചോദിക്കും പഠിച്ചിട്ടെന്താണ് കാര്യം. കളിക്കാൻ വേണ്ടി മക്കൾ പുറത്തേക്ക് പോകുമ്പോൾ രക്ഷിതാക്കൾ ചോദിക്കും കളിച്ചിട്ടുണ്ട എന്താണ് കാര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ കളിയും അതേപോലെ തന്നെ പഠനവുമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ നൽകുന്നത്. 1957 ഡോക്ടർ ഹവാർഡ് ഗാർണർ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന മനോഹരമായ ഒരു ആശയം അവതരിപ്പിക്കുന്നത്. വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഒരു വാഹനം വരുമ്പോൾ അത് എപ്പോൾ എൻ്റെ അടുക്കലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു കാൽക്കുലേഷൻ. എൻ്റെ വാഹനവുമായി ഞാൻ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള വീതി അവിടെ ഉണ്ടോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുവാനുള്ള കഴിവ്, എനിക്ക് അതിനെ മറികടക്കുവാൻ എത്ര സമയം വേണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ കണക്ക് കൂട്ടൽ, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിയെടുക്കുന്നതാണ്. ഇൻസ്ട്രുമെൻ്റ് ബോക്സിലെ ഉപകരണങ്ങൾ കൊണ്ട് നാം ഒരു പേപ്പറിനകത്ത് വരച്ച് കുറിക്കുമ്പോഴും അതേപോലെ തന്നെ സുഹൃത്തുക്കളുമായി പന്ത് കൊണ്ട് എറിഞ്ഞു കളിക്കുമ്പോൾ ഓടുന്നവനെ കൊള്ളിക്കുവാൻ വേണ്ടി എങ്ങോട്ടെറിയണമെന്നുള്ളത് നാം മുൻകൂട്ടി കണക്ക് കൂട്ടുമ്പോഴുമൊക്കെ നാം ജീവിതത്തിൽ ഇത്തരം വിഷ്വൽ സ്പേഷ്യൽ ഇൻ്റലിജൻസിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെറുപ്പത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെയാണ് ആ കഴിവ് നമ്മൾ നേടിയെടുക്കുന്നത്. അതുകൊണ്ട് കളിക്കുമ്പോഴും പഠിക്കുമ്പോഴുമൊക്കെ നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കുക എന്നുള്ള ഒരു മഹനീയ കർമ്മമാണ് നാം നിർവഹിക്കുന്നത്. പഠനവും കളിയുമൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത്. അത് എടുക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അശ്രദ്ധമായി റോഡ് മുറിച്ച് കിടക്കുന്നതും അശ്രദ്ധമായി വാഹനം ഡ്രൈവ് ചെയ്യുന്നതും നമുക്ക് ദൈവം നൽകിയ ജീവനെ നാം തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ദൈവം നൽകിയ ദാനമാകുന്ന ജീവനെ റോഡിൻ്റെ സുരക്ഷകൾ ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നത് ജീവിതത്തിൽ നമ്മുടെ ഒരു ബാധ്യതയാണ് എന്നാണ് ഇസ്ലാമിക് സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്നത്. താങ്ക് യു.